ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് അഥവാ ലെറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പം നിങ്ങൾ കുറേ പേർക്ക് ലെറ്റ് എന്താണെന്ന് അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്താണെന്ന് അറിയാം. അപ്പം അറിയാത്തവർക്കായിട്ട് ലെറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ ഏജ് ലിമിറ്റ് എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ലെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബി.ടെക് എന്ന് പറയുന്ന ഒരു ഡിഗ്രി 4 വർഷത്തെ ഒരു പ്രോഗ്രാമാണ് അല്ലേ. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ആ ബി.ടെക്കിൻ്റെ സെക്കൻഡ് ഇയറിലോട്ട് ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന ഒരു ടെസ്റ്റാണ് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ ലാറ്ററൽ എൻട്രി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ഒക്കെ ലഭിക്കും. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഗവൺമെൻറ് കോളേജുകളിലും അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലോ പ്രൈവറ്റ് കോളേജുകളിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കോളേജും ആയിക്കോട്ടെ അവിടെ നിങ്ങൾക്ക് ബി.ടെക്കിൻ്റെ സെക്കൻഡ് ഇയറിലോട്ട് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്നതാണ്. അതായത് 3rd സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബി.ടെക് പഠനം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഡിപ്ലോമയൊക്കെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ബി.ടെക്കിലോട്ട് എൻട്രി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ ലെറ്റ് എഴുതി നിങ്ങൾക്ക് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലോട്ട് കയറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ചിലരിപ്പം ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ജോലിയിലൊക്കെ കയറിയവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ചിലപ്പം ബി.ടെക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെറ്റ് എന്ന് പറയുന്ന ഈ എക്സാം എഴുതി അത്യാവശ്യം നല്ലൊരു റാങ്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബി.ടെക്കിൻ്റെ സെക്കൻഡ് ഇയറിലോട്ട് എൻട്രി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അക്കാദമിക് എലിജിബിലിറ്റി എന്താണെന്ന് നമ്മൾ നോക്കാം. അത് തന്നെ പറയട്ടെ, ഡിപ്ലോമയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അക്കാദമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ 3 വർഷത്തെ ഡിപ്ലോമ പൂർത്തിയാക്കിയിരിക്കണം, അല്ലെങ്കിൽ 2 വർഷത്തെ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ ഉണ്ടല്ലേ, +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഡിപ്ലോമ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ ലെറ്റ് എന്ന് പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിപ്ലോമയുടെ 6th സെമ്മാണ് പഠിക്കുന്നത് അല്ല ലാസ്റ്റ് സെമ്മാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, 6th സെമ്മിൽ പഠിക്കുന്നവർക്കും ലെറ്റ് എക്സാമിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ 45% മാർക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ടും നേടിയിരിക്കണം. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ്, റിസർവേഷൻ ലഭിക്കുന്ന മറ്റ് കാൻഡിഡേറ്റ്സിന് 40% മാർക്കോടെ ഡിപ്ലോമ പൂർത്തിയാക്കണം എന്നുള്ള നിബന്ധന മാത്രമേ ഉള്ളൂ. അതുമല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ഈ പറഞ്ഞ ലെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഏതും ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ +2 മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ BSc ഡിഗ്രി 45% മാർക്കോടുകൂടിയെങ്കിൽ നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ റിസർവേഷൻ ലഭിക്കുന്ന കാറ്റഗറീസ് ആണെങ്കിൽ 40% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായെങ്കിലും നിങ്ങൾക്ക് ലെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ DVOC സ്ട്രീമുകാർക്കും 3 വർഷം DVOC സ്ട്രീമുകാർക്കും ലെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അക്കാദമിക് എലിജിബിലിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പർ ഏജ് ലിമിറ്റ് പ്രത്യേകം പറയുന്നില്ല. അപ്പം 18 വയസ്സ് പൂർത്തിയാക്കിയ ഡിപ്ലോമ അല്ലെങ്കിൽ BVOC അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആർക്കും ലെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റാണ്. 2 മണിക്കൂറുള്ള ഒരു എക്സാമാണ് ഈ ലാറ്ററൽ എൻട്രി ടെസ്റ്റിൻ്റെത്. 120 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 120 മാർക്കിനായിരിക്കും ഈ എക്സാം കണ്ടക്ട് ചെയ്യുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ പല വീഡിയോകളിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുമെന്ന് കണ്ടു, പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ അൺഅറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാത്തവയുണ്ടെങ്കിൽ അവയ്ക്ക് പ്രത്യേക മാർക്കൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. പകരം നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്കറിയാം. PSC എക്സാമുകളിലൊക്കെ ആണെങ്കിൽ ഓരോരുത്തരത്തിന് 0.33 വെച്ച് നഷ്ടപ്പെടാറുണ്ട് ഓരോ നെഗറ്റീവിനും. പക്ഷേ ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ചോദ്യത്തിനുള്ള മാർക്ക് അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ലാറ്ററൽ എൻട്രി ടെസ്റ്റിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്കറിയാം ഈ ടെസ്റ്റിൻ്റെ അക്കാദമിക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ, അതുപോലെ DVOC അല്ലെങ്കിൽ BSc ഡിഗ്രി എന്നറിയാം. അപ്പം സിലബസിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് A എന്ന് പറയുന്നത് ഡിപ്ലോമക്കാർക്കും അതുപോലെ DVOCക്കാർക്കും മാത്രമായിട്ടുള്ളൊരു സിലബസും, അതുപോലെ തന്നെ പാർട്ട് B എന്ന് പറഞ്ഞ മറ്റൊരു സിലബസ് ഉണ്ട്. അത് ഡിഗ്രിക്കാർക്ക്, അതായത് BSc ഡിഗ്രിക്കാർക്ക് മാത്രമായിട്ടുള്ളൊരു സിലബസാണ്. നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ DVOCക്കാർക്കുള്ള സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി.ടെക്കിലെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സിലബസ്, അതായത് ഈ ലാറ്ററൽ എൻട്രി ടെസ്റ്റിൻ്റെ സിലബസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 30 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ ബേസിക് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 30 മാർക്കുള്ള ചോദ്യങ്ങൾ,
പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന സി ലാംഗ്വേജിൽ നിന്നും 15 മാർക്കുള്ള ക്വസ്റ്റ്യൻസും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്നും വീണ്ടും 15 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിൽ നിന്നും 20 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൂടാതെ ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ടോട്ടൽ 120 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ സിലബസിൽ നിന്നും ഉണ്ടാവുക. ഇനി നമുക്ക് പാർട്ട് ബിയുടെ സിലബസ് നോക്കാം. ഇവിടെ മാത്തമാറ്റിക്സിൽ നിന്നും 40 മാർക്കിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഫിസിക്സിൽ നിന്നും 30 മാർക്കിനുള്ള ചോദ്യങ്ങളും, കെമിസ്ട്രിയിൽ നിന്നും 20 മാർക്ക്, പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ നിന്നും 15 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്നും 15 മാർക്ക്. അങ്ങനെ ടോട്ടൽ 120 മാർക്കിനാണ് ഡിഗ്രിക്കാർക്ക് BSc ഡിഗ്രി ഉള്ളവർക്ക് ഉള്ള സിലബസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിലബസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. നമുക്കറിയാം 2024-25 വർഷത്തിലെ ലെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അടുത്ത വർഷത്തെ ലെറ്റ് എക്സാം നമുക്ക് ഒരു മെയ്യോട് കൂടി തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ ഡിപ്ലോമ ഒക്കെ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതാണ്. കാര്യം നിങ്ങൾക്ക് ബിടെക്കിലോട്ടുള്ള ഒരു ഡയറക്റ്റ് എൻട്രി ആണ് ഈ ലെറ്റ് എക്സാമിലൂടെ ലഭിക്കുക. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ലെറ്റ് എക്സാമിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ lbscenter.kerala.gov.in എന്ന് പറയുന്ന ഈ പറഞ്ഞ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 1000 രൂപ ജനറൽ കാൻഡിഡേറ്റ്സിന് ഫീ പേയ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരിക. അപ്പം നമ്മളിനി അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അതായത് മെയ് അല്ലെങ്കിൽ ഒരു ജൂണോടുകൂടി തന്നെ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പം ഈ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസും അതുപോലെ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ബിടെക് ഡിഗ്രി വേണ്ടവർ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതാണ്. ഏണസ്റ്റ് അക്കാദമി അടുത്ത വർഷത്തെ ലാറ്റർ എൻട്രി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റീവ് ബാച്ച് ആരംഭിക്കുകയാണ്. നിരവധി ടെക്നിക്കൽ എക്സാംസിൽ റാങ്ക് ചെയ്തൊക്കെ സൃഷ്ടിച്ച ഏണസ്റ്റ് അക്കാദമി ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ തരിക. അപ്പം സിലബസിലെ ഓരോ ടോപ്പിക്കും അനുസരിച്ചുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് മാത്രമല്ല അടുത്ത വർഷത്തെ ലെറ്റ് എക്സാം വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അക്കാര്യം നിങ്ങൾക്ക് മെന്ററിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുന്നത്. അത് മാത്രമല്ല കൃത്യമായ ഇടവേളകൾ ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ആവുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതുപോലെ തന്നെ വീക്ക്ലി ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ചുള്ള വീക്ക്ലി ക്ലാസ്സുകൾ, പിന്നെ എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അനലൈസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മോഡൽ ടെസ്റ്റുകളെല്ലാം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ലാറ്റർ എൻട്രി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ്, സിലബസിന്റെ ഡിസ്കഷൻ അടക്കം നമ്മൾ കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.